ഹലോ, ഞാൻ വീണ്ടും വന്നു. അപ്പം ഞാൻ അന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജെൻഡർ റിവീലിൻ്റെ ബാക്കി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരാണ് നമ്മളുടെ ഇന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ മോം ആൻഡ് ഡാഡ്. അപ്പം ഈ പരിപാടി ഒന്ന് അടിച്ചുപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഗെയിംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇവർക്ക് കുറേ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ഇട്ടുകൊടുത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ഗെയിംസ് എന്ന് കേട്ടതും എല്ലാവരുടെയും ക്യാരക്ടർ വെളി വരാൻ തുടങ്ങി. കൊച്ചു പിള്ളേരെ കാട്ടി കഷ്ടമാണെന്ന് മനസ്സിലായി. പക്ഷെ അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കുസൃതി പരിപാടികൾ ഞാനും ഒപ്പിക്കുന്നുണ്ടായിരുന്നു. തട്ടിക്കളയുക, എടുത്തു വെക്കുക, തട്ടിക്കളയുക, എടുത്തു വെക്കുക. എന്ത് രസമാണല്ലേ. അത്ര അങ്ങോട്ട് രസമില്ലായിരുന്നു. കാരണം എൻ്റെ ടേൺ വന്നപ്പം പിള്ളേച്ചാ പണി തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പക്ഷെ വി ആക്ച്വലി ഹാഡ് ഫൺ. കുറേ ഹാപ്പി മൊമെൻറ്റ്സും പോസിറ്റീവ് എനർജിയും എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. ആൻഡ് ലൈഫിൽ ഇങ്ങനെയുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി വെരി മച്ച് നീഡഡ് ആൻഡ് ഇറ്റ് ഈസ് വാല്യുബിൾ ടു അസ്. ഇങ്ങനത്തെ ചിരിയും തമാശകളും ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്താണ് ഒരു സുഖം അല്ലേ? കേട്ടിട്ടില്ലേ? ഫൺ പ്ലസ് ഫ്രണ്ട്സ് പ്ലസ് ഫുൾ ലാഫ്റ്റർ. ഒരു അടിപൊളി ബെസ്റ്റ് സ്ട്രെസ് റിലീഫ് എവറായിട്ട് തോന്നുന്നില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തിയറി ഇവിടെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സ്ട്രെസ് റിലീഫും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ ഒരു എനർജി കണ്ടില്ലേ? അടിപൊളിയല്ലേ? അപ്പം ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് പരിപാടികളൊക്കെ വന്നു കഴിഞ്ഞ് ഡെഫിനറ്റ്ലി നമ്മളത് ശരിക്കും എൻജോയ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മളുടെ മൈൻഡെല്ലാം ഒന്ന് റിഫ്രഷ് ആവുകയും ചെയ്യും. കറക്റ്റ് അല്ലേ? ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, എൻ്റെ ഗെയിമിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ. അത്രയ്ക്കൊന്നും പറയാനില്ലെങ്കിലും പങ്കെടുത്ത എല്ലാ ഗെയിമിനും ഞാൻ അടിപൊളിയായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഒരെണ്ണം പോലെ എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നതാണ് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യം. ബട്ട് ഇറ്റ്സ് ഓക്കെ. അതിൽ കിട്ടുന്ന ആ ഒരു എൻജോയ്മെൻ്റ് ആണല്ലോ അതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ടെന്ന് പറയുന്നത്. അയ്യോ, ഗെയിംസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ മെയിൻ കുറച്ച് പരിപാടികളുണ്ട്. നമ്മുടെ ജെൻഡർ റിവീൽ ആണാണോ പെണ്ണാണോ എന്നറിയണ്ടേ? അത് ഇപ്പം അറിയും. യെസ്, ഇറ്റ് ഈസ് എ ബോയ് ആൻഡ് വി ആർ ഹാപ്പി ഫോർ ദം. ബോയ് ഓർ ഗേൾ ഡസൻറ്റ് മാറ്റർ. കുട്ടി ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രം മതി. പിന്നെ ഇതൊക്കെ ഒരു സന്തോഷം ആൻഡ് ഒരു മെമ്മറിയും കൂടിയല്ലേ. പിന്നെ അവരെ കൊണ്ട് നമ്മളൊരു കുഞ്ഞു ഡുവറ്റ് ഡാൻസ് ഒക്കെ ചെയ്യിപ്പിച്ചു. ഒരു റൊമാൻറ്റിക് ഈവനിങ് കൂടെ ആണല്ലോ. അപ്പോൾ നമ്മളൊരു കുഞ്ഞു റൊമാൻറ്റിക് ഡാൻസ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പെട്ടെന്ന് പറഞ്ഞതാണെങ്കിലും അവർ വെൽ പ്രിപ്പയർഡ് ആയതുപോലെ എനിക്ക് തോന്നിയത്. പിന്നെ എൻ്റെ വക ഒരു ചെറിയ ഡാൻസ് എല്ലാവരും കൂടെ ഒന്ന് നിർബന്ധിച്ചപ്പോൾ വേറെ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് മാത്രം കയറി കളിച്ചതാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കളിച്ചതിൻ്റെയാണ് ഈ കാണുന്നത്. We all came from different roots, but life brought us together to share these beautiful moments. And നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ശുഭദിനം.